ഇവിടെ ഒരു തേറ്റ പല്ല് വരുന്നത് കണ്ട ആദ്യം വന്നത് ഈ രണ്ടെണ്ണാട്ടാ. ക്യൂട്ട് പല്ലാണെന്ന് വിചാരിക്കും, പക്ഷെ കൈ വെച്ചു കൊടുത്താൽ അന്നേരം കടി കടിച്ചു തരും അല്ലേ? കടിച്ചില്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം, പല്ല് വന്നല്ലേ നമുക്ക് പല്ലടച്ചടങ്ങ് നടത്തിയാലോ? അടുത്താ പല്ലടാ, യൂനോ പല്ലടാ, യൂനോ പല്ലടാ. കുഞ്ഞാറ്റയുടെ പല്ലടി ചടങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല, കുറച്ച് വീഡിയോ റെഫറൻസ് നോക്കി ചെയ്യാണ്. ഇഷ്ടപ്പെട്ട കൂടനെ. പല്ലട ചടങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇലയട. കൂട്ടത്തിൽ നമ്മൾ പപ്പടവും പഴവും വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് വരയ്ക്കാൻ ഇഷ്ടമാണ്, അപ്പോൾ ആ ഇഷ്ടം അവൾക്കുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കുറച്ച് കളേഴ്സും ബ്രഷും ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് ഉത്തരവാദിത്വത്തിൻ്റെ ബോധം വരാനാണ് താക്കോല് കൊടുക്കുന്നത്. താക്കോൽ എടുത്താൽ ഉത്തരവാദിത്തങ്ങൾ കൂടും, അല്ലെങ്കിൽ അവർ ചെയ്യും എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ബുക്കും പെന്നും ഒക്കെയാണ്. ഞാൻ നാരായണീയം ബുക്കാണ് വെച്ച് പഠിപ്പിൻ്റെ കാര്യം നോക്കാമല്ലോ. പിന്നെ ബ്യൂട്ടി പ്രോഡക്റ്റായി ഒരു ലിപ്സ്റ്റിക്ക് വെച്ചു. പിന്നെ വാൽക്കണ്ണാടി വെച്ചു. വാൽക്കണ്ണാടി സമൃദ്ധിയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, വ്യക്തിത്വം, ആത്മവിശ്വാസം, അതാണ് വാൽക്കണ്ണാടി. സ്വർണം, പണം, വെള്ളി കോയിനാണ് വെച്ചിട്ടുള്ളത്. ഇതെല്ലാം സമൃദ്ധി, ഐശ്വര്യം, സമ്പത്ത് അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പാചകത്തിൽ വിദഗ്ധയാണോ എന്നറിയാൻ വേണ്ടി ഒരു സ്പൂൺ വെച്ചിട്ടുണ്ട്. പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട ചെണ്ട കളിപ്പാട്ടം വെച്ചിട്ടുണ്ട്. സംഗീതോപകരണങ്ങൾ എന്തെങ്കിലും വെക്കാം, അതിനോട് താല്പര്യമുണ്ടെങ്കിൽ. എൻ്റെ ഹസ്ബൻഡ് പാട്ട് പാടുന്നത് കൊണ്ട് സംഗീതോപകരണമായിട്ട് കൂടുതലൊന്നും കാണാനില്ല, അപ്പോൾ വാദ്യോപകരണം തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചൊരു ചെണ്ട അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ 5 തിരിയിട്ട് നിലവിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ കിണ്ടി വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് അപ്പോൾ നമ്മൾ ചടങ്ങ് തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചത്. ഇനി കുഞ്ഞാറ്റയുടെ എൻട്രിയാണ് നോക്കേണ്ടത്. ആളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടെ ഒന്ന് ചെറുതായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ സങ്കടവും ദേഷ്യവും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കണ്ണെഴുതി കൊടുത്തതിനും ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. ഇനി കുഞ്ഞാറ്റ എന്താണ് സെലക്ട് ചെയ്യുക എന്നറിയാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ. ഈ ചടങ്ങിനെ കുറിച്ച് നമുക്ക് വലിയ അറിവൊന്നുമില്ല. നമ്മൾ യൂട്യൂബൊക്കെ നോക്കി ഒരുപാട് റിസർച്ചൊക്കെ ചെയ്ത് നോക്കിയതാണ്. 1-2 വീഡിയോസ് റെഫറൻസ് നോക്കിയിട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അഗെയിൻ ഞാൻ പറയാണ്, ക്ഷമിച്ച് ഒരു സന്തോഷത്തിൽ ഈ ഒരു ഫംഗ്ഷനായിട്ട് കണ്ട് മുമ്പോട്ട് പോകാം കേട്ടോ. ബ്രഷ് എടുക്ക്, അങ്ങനെ ബ്രഷ് എടുക്ക്. അതല്ലേ ബ്രഷ് വേണ്ട, അതല്ലേ. ശരി അമ്മേ, അത് മാത്രം എടുത്ത് മാറ്റ്. അത് അടുത്ത് താക്കോലെടുത്തു. ആ അതാ ഫുഡും എടുത്തു. കളിച്ച് പൊളിച്ച്. ഇവിടെ 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 വാ, ഇവിടെ വാ. പൂവൊക്കെ ആടി ആടി വരൂ. വാ വാ, ഇവിടെ വാ. സത്യ സത്യ, ഏത് വേണം?
പൂ വേണു. അമ്മ പൂവൊന്ന് മാറ്റി വയ്ക്കുമേ. വേറെ ഇതിലേത് വേണം നോക്കൂ ബേബി. കുഞ്ഞാറ്റിക്ക് ഇതിലേത് വേണം? അമ്പാട്ടി ഇതിലേത് വേണം? അമ്പാട്ടിന്റെ സ്പൂണുണ്ട്. വാൽക്കണ്ണാടി എടുത്തു. വെയിറ്റ് ഉണ്ട്. അതാ വെയിറ്റ് ഉണ്ട്. പൈസ എടുത്ത്. പൂ വേണു. തേർഡ് റൗണ്ടിൽ എന്താണ് വേണ്ടത്? പെണ്ണെടുത്തോ? പെൻ. പിന്നെന്ത് വേണം? അമ്മ ബുക്ക് എടുത്ത്. ബുക്ക്. അമ്പാട്ടി ശരി, ബുക്ക് എടുത്തു. ബാക്കിയുള്ളത് എടുക്ക്. അത് നോക്കണ കൂടെ ഇല്ല. ഒരു കൈ സ്പൂണുണ്ട്. ലിപ്സ്റ്റിക് ഒക്കെ എടുത്തു. വെരി ഗുഡ്. അവസാനം ചെണ്ടോട്ടി പൂർത്തിയാക്കി. ശരി. കുഞ്ഞാറ്റയുടെ പല്ലട ചടങ്ങ് കണ്ടപ്പോൾ തൊട്ട് തുടങ്ങിയതാ കണ്ണൊന്നും ചെയ്യണമെന്ന്. നമ്മുടെ വീഡിയോയിൽ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് ചെയ്യണം അടുത്ത ഞാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ്റെ സന്തോഷത്തിന്, കണ്ണൻ്റെ സന്തോഷത്തിന് മാത്രം വെറുതെ എല്ലാം കൂടെ ഒന്നുകൂടെ അറേഞ്ച് ചെയ്ത് വെച്ച് എന്നിട്ട് അവന് ഇഷ്ടമുള്ള എന്തൊക്കെയോ ചെയ്തിട്ടു. കുഞ്ഞാറ്റ ചെയ്തതുപോലെ ഓരോന്നായി തൊട്ടു. അതേപോലെ 3 റൗണ്ടായിട്ട് നടന്നു. ആദ്യമായിട്ട് കാണാം കേട്ടോ കണ്ണൻ്റെ ട്രാൻസിറ്റ്. ഞാൻ ഇതുവരെ കണ്ണന് കാണിച്ചിട്ടില്ല. അപ്പോൾ അത് ഭയങ്കര ക്യൂറിയസ് ആയിട്ട് അത് വേണം അത് നിൽക്കായിരുന്നു. പിന്നെ ഓരോന്നായി തൊട്ട് എടുത്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പാവട്ടോ, നമ്മളിപ്പോൾ മൂത്ത കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് കണ്ണനെ ഒന്നിലും മാറ്റി നിർത്താറില്ല. കണ്ണനും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുമായിരുന്നു. എൻ്റെ വളകാപ്പിലും അതേപോലെ കണ്ണന് സ്പെഷ്യലായിട്ട് നമ്മൾ സമയം കൊടുത്തു. വളയിട്ട് തരാനും നമുക്ക് കഴിക്കാൻ തരാനും എനിക്ക് എല്ലാം ചെയ്തു തരാനൊക്കെ അവൻ എന്നും തന്നു ചെയ്തു കേട്ടോ. ചില നേരത്ത് ഭയങ്കര മെച്യൂർഡായി തോന്നും. ചില നേരത്ത് അവനൊരു കുഞ്ഞാണ്, അവൻ ആകെ 5 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കണം. അവൻ്റെ ഇഷ്ടങ്ങൾക്കെല്ലാം ചില നേരത്ത് നമ്മൾ കൂട്ടി നിൽക്കും.
ഏകദേശം ഒരു 1:30 സമയമായി, 1:30 മണിയൊക്കെ ആയിട്ടും നമ്മൾ ഉച്ച നേരത്താണ് ഈ പല്ലട ചടങ്ങ് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവരും വിശന്നിരിക്കുകയാണ്, ഓണാണ്, എല്ലാവരും വിശന്നിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ചെയ്തത്. പക്ഷേ എല്ലാവരും കണ്ണൻ്റെ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ ഓരോന്നും കുഞ്ഞാറ്റയ്ക്ക് കൈകൊട്ടി വിളിച്ച് സഹായിച്ചതുപോലെ ഓരോ കാര്യങ്ങൾക്കും അവനെ അത്രയും കണ്ട് തന്നെ പ്രോത്സാഹിപ്പിച്ചു. സന്തോഷത്തോടുകൂടെ ഓരോ കാര്യം എന്താ പറയുക, മനസ്സ് നിറഞ്ഞ് തന്നെയാണ് ഓരോ കാര്യങ്ങളും കണ്ടത്. സന്തോഷിച്ചു. സത്യം എന്താ പറയുക, അവൻ്റെ ആ സന്തോഷത്തിന് വേണ്ടി മാത്രം നമ്മൾ പല്ലട ചടങ്ങ് ചെയ്തതാണ്. എനിക്കിപ്പോൾ തോന്നുന്നു കണ്ണനെ കുഞ്ഞിലിരിക്കുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കണമായിരുന്നു. അന്ന് എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവുണ്ടായിരുന്നില്ല. 3 റൗണ്ട് വന്നു പോയതിന് ശേഷം കണ്ണൻ പറയുമായിരുന്നു, എനിക്ക് ഇനിയും 2 റൗണ്ട് പോകണം, ഇനിയും 2 റൗണ്ട് പോകണം എന്നൊക്കെ. ഒരുപാട് ഇഷ്ടമായി പരിപാടിയൊക്കെ. ഒരു റൗണ്ട് നടന്നു വരായിരുന്നു. ശരി, വാ 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 മുട്ടത്തേന് വാ. അയ്യേ മുട്ടു വേണിക്കണ്ട. അപ്പം ഞങ്ങളുടെ കുഞ്ഞാറ്റയുടെയും കണ്ണൻ്റെയും പല്ലട ചടങ്ങ് എങ്ങനെയുണ്ട് എന്താണെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.